ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് കിരീട നഷ്ടം. കപ്പുയർത്തി സർവീസസ് ടീം. സർവീസസിന്റെ വിജയം എക്സ്ട്രാ ടൈമിലെ ഒറ്റ ഗോളിന്. ദേശീയപാതയിലെ മണ്ണുത്തി മുല്ലക്കരയിൽ വൻ അഗ്നിബാധ. റെഫ്രിജറേറ്റർ റിപ്പയറിംഗ് സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ കാന്റീനിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. ജില്ലാ കേരളോത്സവം തുടരുന്നു. തൃശൂർ കോർപ്പറേഷൻ 196 പോയിന്റോടെ ഒന്നാം സ്ഥാനത്തും, പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് 160 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തും, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 141. ചീരക്കുളം വേലയോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്ത സംഭവത്തിൽ യുവാവ് പിടിയിൽ. ആർത്താറ്റ് സ്വദേശി അദീബിനെയാണ് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹത്തിരക്ക്. മകരത്തിലെ അവസാന ഞായറാഴ്ചയായതിനാലാണ് വിവാഹത്തിരക്ക് വർദ്ധിക്കാൻ കാരണം. ബംഗാൾ ഗവർണർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വാർത്തകൾ വിശദമായി. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് കിരീട നഷ്ടം. ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ച് സർവീസസ് കപ്പുയർത്തി. എക്സ്ട്രാ ടൈമിലെ ഒറ്റ ഗോളിനാണ് സർവീസസിന്റെ വിജയം. അഭിഷേക് പവാറാണ് ഗോൾ നേടിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിലായിരുന്നു. സർവീസസിന്റെ 8ാം കിരീട നേട്ടമാണിത്. കേരളം 9ാം തവണയാണ് ഫൈനലിൽ തോൽക്കുന്നത്. കഴിഞ്ഞ തവണയും കേരളം ഫൈനലിൽ പരാജയപ്പെട്ടിരുന്നു. മണ്ണുത്തി ദേശീയപാത മുല്ലക്കരയിൽ വൻ അഗ്നിബാധ. മുല്ലക്കരയിൽ പ്രവർത്തിക്കുന്ന AC റെഫ്രിജറേറ്റർ റിപ്പയറിംഗ് സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. മണ്ണുത്തി സ്വദേശി പോൾസന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. കനത്ത പുകയും സ്ഥാപനത്തിലുണ്ടായിരുന്ന സാധനങ്ങൾ പൊട്ടിത്തെറിച്ചതും പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി. 3 യൂണിറ്റ് ഫയർഫോഴ്സ് 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. കനത്ത പുക ഉയർന്നതുമൂലം ദേശീയപാതയിൽ വാഹന ഗതാഗതം അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം തീപിടിച്ച ആക്രിക്കടയുടെ 20 മീറ്റർ അകലെയാണ് ഈ സ്ഥാപനം. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ കാന്റീനിൽ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. അടച്ചിട്ടിരുന്ന കാന്റീന്റെ മുകൾ ഭാഗത്തു നിന്നാണ് തീ പടരുന്നത് കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഇരിങ്ങാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 1.5 വർഷം മുൻപാണ് കാന്റീൻ നവീകരണം നടത്തി പ്രവർത്തനം ആരംഭിച്ചത്. തീപിടുത്തമുണ്ടായ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി കാന്റീനിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശനം നടത്തി. സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭാഗികമായി കത്തി നശിച്ച കാന്റീൻ പൂർവ്വസ്ഥിതിയിലാക്കാൻ ആഴ്ചകൾ വേണമെന്നിരിക്കെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണ വിതരണം നടത്തുന്നതിനായി ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗത്തിന് സമീപം താൽക്കാലിക കാന്റീൻ ഒരുക്കുമെന്ന് മന്ത്രി അറിയിച്ചു.
കുന്നംകുളത്ത് മെഡിക്കൽ ഹോൾസെയിൽ സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. ദയ റോയൽ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന AP മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടുത്തമുണ്ടായത്. ഷോപ്പ് അടച്ച് ജീവനക്കാർ പോയതിനു ശേഷമാണ് തീപിടുത്തം ഉണ്ടായത്. കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് പരിസരവാസികളാണ് വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത്. സ്ഥാപനത്തിലുണ്ടായിരുന്ന മരുന്നുകളും മറ്റ് സ്റ്റോക്കുകളും പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ കേരളോത്സവം തുടരുന്നു. 196 പോയിന്റോടെ തൃശൂർ കോർപ്പറേഷനാണ് ഒന്നാം സ്ഥാനത്ത്. 160 പോയിന്റുമായി പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടാം സ്ഥാനത്തും 141 പോയിന്റുമായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നാം സ്ഥാനത്തും തുടരുന്നു. തൃശൂർ ടൗൺ ഹാളിലും രാമവർമ്മപുരം വിജ്ഞാൻ സാഗറിലെ 2 വേദികളിലുമായാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. ടൗൺ ഹാളിലെ P. ജയചന്ദ്രൻ വേദിയിൽ മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, സംഘനൃത്തം എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. രാമവർമ്മപുരം വിജ്ഞാൻ സാഗറിലെ ശ്രീനിവാസൻ വേദിയിൽ നാടോടിപ്പാട്ട്, വള്ളംകളിപ്പാട്ട് എന്നിവയും, സക്കീർ ഹുസൈൻ വേദിയിൽ കർണാട്ടിക് സംഗീതം, സംഘഗാനം, ദേശഭക്തി ഗാനം, ലളിതഗാനം എന്നിവയുമാണ് നടന്നത്. ജില്ലയിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, തൃശൂർ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച കേരളോത്സവങ്ങളിൽ ഒന്നാം സമ്മാനം നേടിയവരാണ് ജില്ലാ കേരളോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. മത്സരാർത്ഥികളും കാണികളും ഇത്തവണ കുറവാണ്. ഓരോ ഇനത്തിനും പങ്കെടുക്കേണ്ട മത്സരാർത്ഥികളിൽ ഏറെ പേരും പങ്കെടുക്കാൻ എത്തിയില്ല. കാലിക്കറ്റ് സർവകലാശാല D-സോൺ മത്സരങ്ങൾ നടക്കുന്നതിനാലാണ് മത്സരാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായതെന്നാണ് സൂചന. ഒന്നാം സമ്മാനം നേടുന്ന മത്സരാർത്ഥികൾക്ക് 750 രൂപ, രണ്ടാം സമ്മാനം നേടുന്നവർക്ക് 500 രൂപ, മൂന്നാം സമ്മാനം നേടുന്നവർക്ക് 300 രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസും ട്രോഫിയും സർട്ടിഫിക്കറ്റുമാണ് ജേതാക്കൾക്ക് നൽകുന്നത്. കേരളോത്സവം തിങ്കളാഴ്ച സമാപിക്കും. TCV തൃശൂർ. ചീരക്കുളം വേലയോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്ത സംഭവത്തിൽ യുവാവ് പിടിയിലായി. ആർത്താറ്റ് സ്വദേശി ഒല്ലേക്കാട്ട് വീട്ടിൽ അദ്ദീപിനെയാണ് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പൊതുമുതൽ നശിപ്പിച്ചതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും വൻ ഭക്തജന തിരക്ക്. മകരമാസത്തിലെ അവസാന ഞായറാഴ്ചയായതിനാലാണ് വിവാഹ തിരക്ക് വർദ്ധിക്കാൻ കാരണം. തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങളാണ് ദേവസ്വം ഒരുക്കിയിരുന്നത്. പുലർച്ചെ 4 മണി മുതൽ കല്യാണങ്ങൾ ആരംഭിച്ചു. താലികെട്ടിനായി 5 മണ്ഡപങ്ങൾ സജ്ജമാക്കി. കിഴക്കേ നടയിൽ ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിച്ചു. ഒരേസമയം 250 പേർക്കിരിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയത്. ക്ഷേത്രത്തിനകത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിച്ചില്ല. തിരക്ക് കണക്കിലെടുത്ത് ഇന്നർ ഔട്ടർ റിംഗ് റോഡിൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കനത്ത സുരക്ഷാ അകമ്പടിയിലാണ് ക്ഷേത്രത്തിലെത്തിയത്. 1 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം മടങ്ങി. കളമശ്ശേരിയിൽ ബൈക്ക് അപകടത്തിൽ വരന്തരപ്പള്ളി ആറ്റപ്പള്ളി സ്വദേശിയായ യുവാവ് മരിച്ചു. ആറ്റപ്പള്ളി കീഴ്മല വീട്ടിൽ മണികണ്ഠന്റെ മകൻ 24 വയസ്സുള്ള അതുലാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെയായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അതുലിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്ക് ഓടിച്ചിരുന്ന സുഹൃത്തിനും പരിക്കേറ്റു. ചാലക്കുടി പുഴയിലെ കണക്കൻ കടവിൽ നിന്നുള്ള വെള്ളം ജലസേചന പദ്ധതിയിലൂടെ പമ്പ് ചെയ്ത് ചാക്കാട്ടിക്കുന്നിലെ കിണറുകളിൽ ഉപ്പുവെള്ളമെന്ന് പരാതി. കുഴൂർ പൊയ്യ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പ്രദേശമായ ചാക്കാട്ടിക്കുന്നിലെ 100ഓളം കുടുംബങ്ങളിലെ കിണറുകളിലാണ് ഉപ്പുവെള്ളം കലർന്നത്. ഉയർന്ന പ്രദേശമായ ചാക്കാട്ടിക്കുന്നിൽ ആദ്യമായാണ് കിണറുകളിൽ ഉപ്പിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്.
ജലസേചന പദ്ധതിയുടെ കനാൽ, ജലാശയം എന്നിവയുടെ സമീപത്തുള്ള കിണറുകളിലാണ് 1.5 മാസമായി ഉപ്പിന്റെ സാന്നിധ്യമുള്ളതെന്ന് ചാക്കാട്ടിക്കുന്ന് സ്വദേശി MR ഗോപൻ പറഞ്ഞു. ഇതുവരെ അങ്ങനെ ഉപ്പിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഉയരമുള്ള കുന്നും പ്രദേശമാണ്. ഞങ്ങളുടെ കിണർ തന്നെ ഒരു 22 കോൽ താഴ്ചയുണ്ട്. പക്ഷേ കണക്കൻകടവിൽ ബണ്ട് കെട്ടുന്നുണ്ട്. ആ ബണ്ട് കെട്ടാൻ വയ്യേൻ്റെ പേരിൽ ആ സമയത്ത് ഉപ്പുവെള്ളം പുഴയിലേക്ക് കയറി. ആ പുഴയിൽ നിന്ന് ഞങ്ങളുടെ പറമ്പൊക്കെ നനയ്ക്കാൻ വെള്ളം കിട്ടുന്നത് ട്രൈഗ്രാം ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞ സ്കീമിൽ നിന്നാണ്. അപ്പോൾ ആ പാടത്തേക്ക് ആ പമ്പ് ചെയ്യുന്ന തോട്ടിലേക്കൊക്കെ ഉപ്പുവെള്ളം കയറിയിട്ട് അത് പമ്പ് ചെയ്ത് വന്നപ്പോൾ പറമ്പുകളിലും കിണറുകളിലും ചിലരുടെ ജാതി ഇതൊക്കെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജാതികളെയൊക്കെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കെട്ടിയിട്ട് ഉപ്പിൻ്റെ അംശമൊക്കെ ഇപ്പോൾ നിന്നിട്ടുണ്ട്. എങ്കിൽ പോലും കിണറിൽ കയറിയേക്കണ ഉപ്പ് പോയിട്ടില്ല. കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കിണറുകൾ ഉപയോഗശൂന്യമായതിനാൽ കുടിവെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയിലാണ്. കണക്കൻകടവിലെ കോഴിത്തുരുത്തിലെയും ചാലിലൂടെ പുഴയിൽ ഉപ്പുവെള്ളം എത്തിയിട്ടുണ്ട്. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന വൃദ്ധ ദമ്പതികൾ ദുരിതത്തിൽ. അരിക്കര വീട്ടിൽ കൊച്ചുകുട്ടൻ മകൻ പ്രേമനും ഭാര്യ രാധയുമാണ് ദുരിത ജീവിതം നയിക്കുന്നത്. ബ്രഹ്മകുളത്ത് കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനോട് ചേർന്നുള്ള പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ച ചുമരില്ലാത്ത ഓല കൊണ്ടും ടാർപ്പായ കൊണ്ടും മറച്ച കൂരയിലാണ് ഈ വൃദ്ധ ദമ്പതികൾ താമസിക്കുന്നത്. ഗുരുവായൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന പ്രേമനും ഹോട്ടലിൽ പാത്രം കഴുകൽ ജോലി ചെയ്യുന്ന രാധയ്ക്കും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണം ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. രോഗികളായ ഇവരുടെ ചികിത്സയ്ക്ക് തന്നെ ഓരോ മാസവും വലിയൊരു തുക കണ്ടെത്തേണ്ടതുണ്ട്. ഉദാരമതികളായ നാട്ടുകാരുടെ കാരുണ്യം കൊണ്ടാണ് മരുന്നുകൾ പോലും വാങ്ങാൻ കഴിയുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ വീടിനും ശുചിമുറിക്കും പലതവണ അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വയോധികരായ ഇവർക്ക് വീടിനോട് ചേർന്ന് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ പോലും ആവശ്യമായ സൗകര്യങ്ങളില്ല. വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്നുള്ള ഇഴജന്തുക്കളുടെ ശല്യം മൂലം രാത്രി സമാധാനമായി ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് ഇവർ പറയുന്നു. പഞ്ചായത്തിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഉപകാരം എന്ന് പറയുന്ന സാധനം ഉണ്ടായില്ല. അവര് വരും, എന്തിനു വരും? വോട്ടിന് വരും. അവര് ഞങ്ങൾക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങൾക്കൊരു 10 ഉറുപ്പിക കാശ്, ഒരു കക്കൂസ വരെ പണിയുള്ള കാശ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഈ എളവള്ളി പഞ്ചായത്തിലുണ്ട് അങ്ങനെ ഒരു ചട്ടപ്പര. അവരേതായ ആൾക്കാർക്ക് അവർ കൊടുക്കുക. എനിക്ക് ഒരു 10-15,000 ഉറുപ്പിക വേണം ഒരു മാസത്തിൽ ഗുളിക മേടിക്കാൻ. ഞങ്ങൾക്ക് ആരുമില്ല. എന്ത് ചെയ്യും ഞങ്ങള്? എന്താ ഞാൻ ചെയ്യ? സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു വീട് ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് ഈ വൃദ്ധ ദമ്പതികളുടെ ആവശ്യം. TCV പാവർട്ടി. ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ വേലപൂരം ആഘോഷിച്ചു. 14 ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ നിറഞ്ഞാടി. ഇന്ന് വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50 ഗജവീരന്മാർ അണിനിരക്കും. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ 70-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടുമേളം അകമ്പടിയേകും. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജോയ് പുത്തൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ ജോമോൻ മുരിങ്ങത്തേരി, ഫാദർ ബെന്നി ചിറ്റിലപ്പള്ളി എന്നിവർ സഹകാർമ്മികരായി. വികാരി ഫാദർ ജോഷി ആളൂർ, കൈക്കാരന്മാരായ KA ബേബി, ജോയ് ആന്റണി, MK ജോഷി, KA രാജു, തിരുനാൾ കൺവീനർ MK ജോൺസൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മതിലകം കൂളിമുട്ടം ജനശക്തി ഗ്രന്ഥശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം E.T. ടൈസൺ MLA നിർവഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA ബിനേഷ്, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. യുവകലാസാഹിതി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തൃശൂർ ജോയിന്റ് കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ചു. യുവകലാസാഹിതി രക്ഷാധികാരി EM സതീശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജവഹർലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PV പൗലോസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സ്വാമി വിശ്വഭദ്രാനന്ദ, ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം,
ട്രഷറർ ഡോക്ടർ CK രത്നകുമാരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ER ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. DCC ജനറൽ സെക്രട്ടറി CA ഗോപ പ്രതാപന് മണത്തല മേഖലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം ട്രഷറർ ഇസഹാഖ് മണത്തല അധ്യക്ഷത വഹിച്ചു. പാവർട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സെല്ലുലോയിഡ് എക്സ്പോ സംഘടിപ്പിച്ചു. ജനകീയ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത്. ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ, ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം, എക്സ്പോ കൺവീനർ ജെയ്സൺ അറക്കൽ, KC അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുല്ലശ്ശേരി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TA ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. ജൂലി വിൻസെന്റ്, AS മണി, PV ദശരഥൻ, ടിറ്റി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സംഘടനാ അംഗങ്ങളെ ആദരിച്ചു. അത് രണ്ടെണ്ണം കൊടുക്കുന്നത് പാവട്ടിക്കാര് യൂണിറ്റിൽ ആദരിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീജ ഷാജി വെമ്മനാട്, വർഷ സുഭാഷ് നന്ദി പറയുന്നു. അതിനെക്കുറിച്ച് എത്തിച്ചേർന്നിട്ട് അംഗീകാരം കിട്ടിയത്. കയ്പമംഗലം മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ഗ്രന്ഥശാലകൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പദ്ധതിക്കായി ET ടൈസൺ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷയായി. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പുസ്തക വിതരണം നടത്തി. എഴുത്തുകാരി ദീപാൻ നിശാന്ത്, അക്ഷര കൈരളി കോർഡിനേറ്റർ TS സജീവൻ, ശ്രീനിവാസൻ ഐനിപ്പള്ളി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്ത പൂവത്തൂർ ജെന്റിൽമെൻസ് ക്ലബ്ബ് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. ജീവകാരുണ്യ സംഘടനയായ ജെന്റിൽമെൻസ് ക്ലബിന്റെ പ്രതിമാസ ചികിത്സാ സഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ MK അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ ഷാജി, എളവള്ളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സനൽ കുന്നത്തുള്ളി, പാവർട്ടി പഞ്ചായത്ത് അംഗം ബിന്ദു സാംസൺ, എളവള്ളി പഞ്ചായത്ത് അംഗം ഫാൻസി സുബിരാജ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജെയിംസ് ആന്റണി അധ്യക്ഷനായി. സെക്രട്ടറി VG തോംസൺ, കൺവീനർ വേണുഗോപാൽ ഒബേര, VS സെബി എന്നിവർ പ്രസംഗിച്ചു. അശ്വിനി നഴ്സിംഗ് കോളേജിലെ 17ാം ബാച്ച് BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ബിരുദദാന ദീപോജ്വലന ചടങ്ങ് നടന്നു. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സർവകലാശാല സ്റ്റുഡന്റ് അഫയേഴ്സ് വിഭാഗം ഡീൻ ഡോക്ടർ R ആശിഷ് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു. അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ലഫ്റ്റനന്റ് കേണൽ KO റോസി, നഴ്സിംഗ് സൂപ്രണ്ട് LD ഉഷാറാണി, ഡയറക്ടർ AC പ്രേമാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക സംഘം എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശീതകാല പച്ചക്കറി വിളവെടുത്തു. കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. KP പത്മജ അധ്യക്ഷത വഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി. രാജേഷ് അറക്കപ്പറമ്പിൽ, ഭാഗ്യലക്ഷ്മി ലിഷിൻ, നൌമി പ്രസാദ്, സുബി ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു.
ചങ്ങരംകുളത്ത് നടന്ന കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം സമാപിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഹമീദ് കോക്കൂർ അധ്യക്ഷത വഹിച്ചു. AC ഗീവർ ചാലിശ്ശേരി, പ്രേമദാസ് പിടാവന്നൂർ, വി സെയ്ദ്, ഷാഫി ചങ്ങരംകുളം, ശ്രീജിത്ത് എരുവപ്ര തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ കായിക വികസനത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഓൾ ഇന്ത്യ ഇൻവിറ്റേഷൻ ഫ്ലഡ്ലിറ്റ് ഫുട്ബോൾ മേളയുടെ താൽക്കാലിക ഗാലറിയുടെ കാൽനാട്ട് കർമ്മം നടന്നു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിൻഡി ഷിജു, ടൂർണമെന്റ് കോർഡിനേറ്റർ KP രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷികാഘോഷം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, പഞ്ചായത്ത് അംഗം രേഷ്മ, സീനിയർ അധ്യാപിക പാർവതി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനഗർ അഷ്ടപതി തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ പൂന്തോട്ടം നവീകരിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. പൂന്തോട്ടവും പരിസരവും വൃത്തിയാക്കുന്ന സന്നദ്ധ പ്രവർത്തനം 2 ഞായറാഴ്ചകളായി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അഷ്ടപതി തിയേറ്റേഴ്സ് പ്രസിഡന്റ് MK സഹീർ പറഞ്ഞു. ഗാർഡൻ അതിമനോഹരമാക്കുന്ന പ്രവൃത്തി ഏറ്റെടുക്കാമെന്നും ഈ കാണുന്ന ഗാർഡനിലെ എല്ലാ വേസ്റ്റുകളും മാറ്റി നല്ല രീതിയിൽ ചെടിച്ചട്ടികളും മറ്റ് കളി ഉപകരണങ്ങളൊക്കെ ഭംഗിയായി പെയിൻറ്റ് ചെയ്തുകൊണ്ട് ഇത് അതിമനോഹരമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 7 മണി മുതൽ അഷ്ടപതിയുടെ പ്രവർത്തകർ ഈ പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയാണ്. ഈ പ്രവൃത്തി മറ്റുള്ള സംഘടനകൾ ഏറ്റെടുത്ത് ഓരോ പ്രവൃത്തികളും ഏറ്റെടുത്താൽ നമ്മുടെ താലൂക്ക് ആശുപത്രി മനോഹരമാക്കാൻ കഴിയും. ആ പ്രവൃത്തി എല്ലാ സന്നദ്ധ സംഘടനകളും ഏറ്റെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM രതീഷ്, സെക്രട്ടറി PM മനീഷ്, വൈസ് പ്രസിഡന്റ് KS സുനിൽ, ജോയിന്റ് സെക്രട്ടറി സജീവ് തുടങ്ങിയവർ ശ്രമദാനത്തിന് നേതൃത്വം നൽകി. റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കാളികളായ ചേലക്കര IHRD കോളേജ് പഴയന്നൂരിലെ പ്രതിഭകളെ മന്ത്രി R ബിന്ദു അനുമോദിച്ചു. എറണാകുളത്ത് സംഘടിപ്പിച്ച ദേശീയ കൾച്ചറൽ ഫെസ്റ്റായ തരംഗിന്റെ ഉദ്ഘാടന വേളയിലാണ് മന്ത്രി ബിന്ദു അനുമോദിച്ചത്. ആളൂർ ശ്രീനാരായണ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ EK മാധവൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം കാർമൻ S മാത്യു മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് ആൻസി സിജോ, മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK ബൈജു, തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആളൂർ ഡിവിഷൻ അംഗം കാവ്യ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപുരം ദേശവിദ്യാലയം UP സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് മുകുന്ദരാജ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുകുന്ദരാജ സാംസ്കാരിക അക്കാദമി രക്ഷാധികാരി K അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് സദനം കഥകളി അക്കാദമി സെക്രട്ടറി ഡോക്ടർ സദനം K ഹരികുമാർ, മണക്കുളം മീര നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലാബ് കെട്ടിടം മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK പ്രകാശൻ, ഡോക്ടർ സജീവ് കുമാർ,
ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി തമ്പി, ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാഴൂർ പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TS ഷാജി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ PK സുനില, KS ഗിരീഷ്, സുമതി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് SRV UP സ്കൂളിലെ വാർഷികാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വാർഡ് മെമ്പർ ഗീത മോഹൻദാസ്, പ്രധാനാധ്യാപിക VV ആശ, മാനേജ്മെന്റ് പ്രതിനിധി പ്രബിത, PTA പ്രസിഡന്റ് ഹസീന മുബാറക് തുടങ്ങിയവർ സംസാരിച്ചു. ഖരാന ചാവക്കാടിന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബറിന് ആദരം നൽകി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഖരാന പ്രസിഡന്റ് KM മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, M കൃഷ്ണദാസ്, KV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിശുദ്ധ അബിമലക് തിമോത്തിയോസ് തിരുമേനിയുടെ പേരിൽ ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാൽഡിയൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റ് ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സിസ്റ്റർ OU ജിൻസി അധ്യക്ഷയായിരുന്നു. മുൻ കേരള ക്യാപ്റ്റൻ ലയണൽ തോമസ്, ഡിവിഷൻ കൗൺസിലർ ബൈജു വർഗീസ്, സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ അബി J പൊന്മാണിശ്ശേരി, PTA പ്രസിഡന്റ് KB ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ വിശ്വസാഹിത്യം മലയാളത്തിൽ എന്ന പരമ്പരയുടെ ഭാഗമായി ഏണസ്റ്റ് ഹെമ്മിംഗ്വേയുടെ രചനകളെക്കുറിച്ചും സാഹിത്യ സംഭാവനകളെക്കുറിച്ചും സംവാദ പരിപാടി സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന പരിപാടി ഡോക്ടർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവർത്തന സാഹിത്യകാരൻ N മൂസക്കുട്ടി, KV പരമേശ്വരൻ, P വിനോദ്, രാജലക്ഷ്മി മാനടി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഡോക്ടർ SK വസന്തൻ, രാജ്കുമാരി വിനോദ്, ഡോക്ടർ ആനന്ദൻ, സന്ധ്യ അറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംയോജിത കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കടവല്ലൂർ കല്ലുംപുറത്ത് നടന്നു. മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ 21 ആനകൾ അണിനിരന്നു. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ ദേവിയുടെ തിടമ്പേറ്റി. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള വാദ്യമേളം അകമ്പടിയായി. നവീകരിച്ച സൗത്ത് അഞ്ചേരി റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ സ്മിത അനീഷ്, അഞ്ചേരി സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബിജു KN രാധാകൃഷ്ണൻ, ജെറീഷ് പെരിഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പും വടക്കാഞ്ചേരി നഗരസഭയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതി 40ാം ഡിവിഷനിൽ ആരംഭിച്ചു. കോരംകുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഡിവിഷൻ കൗൺസിലർ P തുളസി ഉദ്ഘാടനം ചെയ്തു. MV വിജീഷ്, MK ചന്ദ്രൻ, K ചന്ദ്രദാസ്, അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.
പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂളിൽ 98ാം വാർഷികാഘോഷവും വിജ്ഞാനവേദി മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെയും നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് PS റഫീഖ് മുഖ്യാതിഥിയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു ഉപഹാര സമർപ്പണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീബ മുരളി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TL ഗോപിനാഥൻ, പഞ്ചായത്ത് അംഗം ബിന്ദു ജയൻ, സ്കൂൾ മാനേജർ PS വത്സൻ, പ്രധാനാധ്യാപിക CT സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സമൂഹം കേരളീയ സമൂഹം തൃശൂർ ചിന്മയ വിദ്യാലയം സംഘടിപ്പിച്ച വാർഷികാഘോഷം ചലച്ചിത്ര സംഗീത സംവിധായകനും വയലിനിസ്റ്റുമായ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ KP ദീപ, V വേണുഗോപാൽ, സ്കൂൾ പ്രിൻസിപ്പൽ ബിനി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ ആർട്ട് ആൻഡ് സയൻസ് എക്സിബിഷൻ ഭാരതീയ വിദ്യാഭവൻ ഓണററി സെക്രട്ടറി അജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ലേഖ, PTA പ്രസിഡന്റ് ഗ്രീഷ്മ പ്രജിത്ത്, വൈസ് പ്രിൻസിപ്പൽ ശ്രീദേവി, ലീന തുടങ്ങിയവർ സംസാരിച്ചു. വീടില്ലേ lion, zebra, elephant, hippopotamus, singam, lion, elephant, hippopotamus, hen, cow, duck, horse, goat. So we made this box, the mystery box. So you will take one paper and words. ചാലിശ്ശേരി SCUP സ്കൂളിൽ ഗുരുവന്ദനം സംഘടിപ്പിച്ചു. സ്കൂളിന്റെ 115ാം വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. പ്രസാദ്, PTA പ്രസിഡന്റ് PA റഹിയാനത്ത്, പ്രധാനാധ്യാപകൻ K. മുഹമ്മദ് സൽമാൻ, സ്റ്റാഫ് സെക്രട്ടറി VK മിനി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ENT വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയകൾ നടത്തി നേട്ടം കൈവരിച്ച് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി. ജനുവരി മാസങ്ങൾ 21 മേജർ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ 51 ശസ്ത്രക്രിയകളാണ് നടന്നത്. 100-ലധികം മറ്റ് ഓപ്പറേഷൻ തിയേറ്റർ സേവനങ്ങളും കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ലഭ്യമാക്കിയിട്ടുണ്ട്. 100 കണക്കിന് ആളുകളാണ് പ്രതിദിനം ഇവിടെ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തുന്നത്. ENT വിദഗ്ധ ഡോക്ടർ അസീനയുടെ നേതൃത്വത്തിലാണ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി ഈ നേട്ടം കൈവരിച്ചത്. അഭിമാനത്തോടുകൂടി പറയാവുന്ന ഒരു കാര്യം, കഴിഞ്ഞ 2 വർഷമായിട്ട് ENT PG മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിന് ട്രെയിനിങ് കൂടി നൽകുന്ന ഒരു സ്ഥാപനമായി വളരുവാൻ കൊടുങ്ങല്ലൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ച ഈ ഒരു ഘട്ടം നമ്മൾ അഭിമാനിക്കേണ്ടതാണ്. ഡോക്ടർ ജീന, അനസ്തേഷ്യ വിദഗ്ധരായ ഡോക്ടർ ശ്യാംകുമാർ, ഡോക്ടർ അബ്ദുൾ റഷീദ്, നഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ അടങ്ങിയ സംഘവും ദൗത്യത്തിൽ കൂട്ടായുണ്ട്. വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജ ജയരാജൻ അധ്യക്ഷയായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. ബിനു, പ്രധാനാധ്യാപകൻ KS സനീഷ്, വാർഡംഗം KV പവിത്രൻ, AUPS പ്രധാനാധ്യാപിക ഡോളി തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹ
ഇതൊക്കെ കൈക്കൊണ്ടിരിക്കാറുണ്ട്. MLA സാർ സാർ തരാറുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,355, പവന് 1,14,840. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് കിരീട നഷ്ടം. കപ്പുയർത്തി സർവീസസ് ടീം. സർവീസസിന്റെ വിജയം എക്സ്ട്രാ ടൈമിലെ ഒറ്റ ഗോളിന്. ദേശീയപാതയിലെ മണ്ണുത്തി മുല്ലക്കരയിൽ വൻ അഗ്നിബാധ. റെഫ്രിജറേറ്റർ റിപ്പയറിംഗ് സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ കാന്റീനിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. ജില്ലാ കേരളോത്സവം തുടരുന്നു. തൃശൂർ കോർപ്പറേഷൻ 196 പോയിന്റോടെ 1-ാം സ്ഥാനത്തും, പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് 160 പോയിന്റോടെ 2-ാം സ്ഥാനത്തും, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 141 പോയിന്റോടെ 3-ാം സ്ഥാനത്തും തുടരുന്നു. ചീരക്കുളം വേലയോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്ത സംഭവത്തിൽ യുവാവ് പിടിയിൽ. ആർത്താറ്റ് സ്വദേശി അദീപിനെയാണ് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ തിരക്ക്. മകരത്തിലെ അവസാന ഞായറാഴ്ചയായതിനാലാണ് വിവാഹ തിരക്ക് വർദ്ധിക്കാൻ കാരണം. ബംഗാൾ ഗവർണർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.